പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഒക്കെ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. കർത്താവിൻ്റെ കാലത്ത് കർത്താവ് ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലസ്തീനയിലെ ആ ചുറ്റുപാടുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ ഭാഗം പഠിച്ചു. പിന്നെ സാമൂഹ്യ ഭാഗവും നമ്മൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു കൊണ്ടായിരുന്നവർ. അതിൽ പൗരന്മാർ എന്ന് പറയുന്ന പ്രബല സമൂഹം ഒരു ധനത്തിലും അധികാരത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രഭുവർഗം എന്ന് വേണമെങ്കിൽ പറയാം. സ്വതന്ത്രരായിട്ടൊരു ഭാഗം, അടിമകളായിട്ടൊരു ഭാഗം. അടിമകൾ ആണ് പിന്നെ സ്വതന്ത്രരായിട്ട് വന്നിട്ടുള്ളത്. അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവർ യഹൂദരുടെ പ്രത്യേക നിയമം അനുസരിച്ച് തന്നെയാണെങ്കിൽ 6 വർഷം കഴിഞ്ഞാൽ സാപത്ത് വർഷം അവർക്ക് മഹാസാപത്ത് വർഷം അവർക്ക് മോചനം കൊടുക്കണമായിരുന്നു. അപ്പോഴങ്ങനെ വരുന്ന അടിമകളുണ്ടായിരുന്നു. അവരാണ് സ്വതന്ത്രരായിട്ട് വന്നിട്ടുള്ളത്. അവർക്ക് പിന്നെ ഏറ്റവും കഷ്ടകരമായ ഒരു അവസ്ഥയായിരുന്നു അവരുടെ ജീവിതാവസ്ഥ. അതൊക്കെ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം അപ്പോൾ അവരെയൊക്കെ ഹെറോദേസ് ഫസ്റ്റിൻ്റെയും ഇനി സെക്കൻഡിൻ്റെയും അന്തിപ്പാസ്, ഹെറോദേസ് അന്തിപ്പാസ്, ഞാൻ ഇന്നലെ അത് ഹെറോദേസ് ഫസ്റ്റ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അതല്ല, ഇവിടെ ഹെറോദേസ് അന്തിപ്പാസ് ആണ്. അത് ഇന്നലെ തെറ്റായിട്ടായിരിക്കും പറഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോഴത് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ ഒരുപാട് നടത്തുന്ന ദേവക്ഷേത്രങ്ങൾ, പിന്നെ യഹൂദരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യഹൂദ ദേവാലയം, യെരുശലേം ദേവാലയം പുതുക്കി പണിയുക, ഇങ്ങനെയൊക്കെയുള്ള വൻ നിർമ്മാണ പ്രക്രിയകളിലെല്ലാം ഈ സ്വതന്ത്രരായിരുന്നു വലിയൊരു കൂട്ടം അവർ പണിക്ക് വേണ്ടി അവരെടുത്തിരുന്നത്. അതിനകത്ത് കൈത്തൊഴിലുകാരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവിധമായ കൈത്തൊഴിലുകാരും അവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ. അപ്പോൾ ഈ സ്വതന്ത്രരെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടുത്തെ ഒരു സാമൂഹ്യ നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നത്. അടിമകളെന്ന് പറയുമ്പോൾ അവരുടെ ധനാഢ്യരുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ള പണികൾ, അവരുടെ പറമ്പുകളിൽ വീടുകളിലൊക്കെ ഉള്ള പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് അവരെ ഇത് പറയുമ്പോൾ അടിമകളുടെ സംഖ്യ പറയുമ്പോൾ ഏതാണ്ട് റോമൻ സാമ്രാജ്യത്തിൽ തന്നെ കാലഘട്ടത്തിൽ ഏതാണ്ട് 1.5 കോടിയിൽ പരം, 1.5 കോടിയിലുമൊക്കെ കവിയുമെന്നാണ് പറയുന്ന കണക്ക്. അതിലൊക്കെ കൂടുതൽ അടിമകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പലസ്തീനയിൽ മാത്രമല്ല, റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മെഡിറ്ററേനിയൻ കടലിന് തെക്ക് ഭാഗത്ത് കിഴക്കോട്ട് അങ്ങോട്ടുള്ള ഭാഗം, വടക്കോട്ട് സിറിയ അപ്പുറമുള്ള ഭാഗങ്ങളെല്ലാം അത് തന്നെ റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ടിരുന്നു. ഭാരതം കൂടെ ഉൾപ്പെടെ പ്രദേശങ്ങളൊക്കെ സെലൂക്കസ് ഭരണം ഒക്കെ കഴിഞ്ഞപ്പോൾ അത് റോമൻ ഭാഗമായിട്ട് വന്നു. ഭാരതത്തിൽ അത് വലുതായിട്ട് ബാധിച്ചില്ലെന്ന് തോന്നുന്നു, സെലൂക്കസ് ഭരണത്തോടു കൂടി നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം റോമൻ കോളനികൾ, പ്രദേശങ്ങൾ, പ്രോവിൻസുകളാണ്. ഇതെല്ലാം തന്നെ. പിന്നെ പടിഞ്ഞാറോട്ട് പോയാൽ മധ്യധരണിയാഴി കടൽ, മെഡിറ്ററേനിയൻ സീയും കഴിഞ്ഞ് അങ്ങോട്ട് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ എത്തുമായിരുന്നു. അതായത് ഫ്രാൻസും ഒക്കെ ആ ഭാഗത്ത് വരുമായിരുന്നു. ആൽപ്സ് പർവ്വതനിരയ്ക്കുമൊക്കെ പടിഞ്ഞാറ്. തെക്കൻ അറേബ്യൻ മണലാരണ്യം വരെ, മരുഭൂമി വരെ ആ പ്രദേശങ്ങളായിരുന്നു. അത്രയ്ക്ക് അതായത് അന്നറിയപ്പെടുന്ന ലോകമൊക്കെ അതൊക്കെ ആയിരുന്നു. അതെല്ലാം റോമൻ അധീനതയിലായിരുന്നു. അപ്പോൾ 73 അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ എന്തുമാത്രം ഉണ്ടായ അതിൻ്റെ സ്ട്രെങ്ത്, ഇഫക്റ്റ് സമൂഹത്തിൽ മനസ്സിലാക്കണമായിരുന്നു എങ്കിൽ നമുക്ക് അത് ക്രിസ്തുവിനും മുൻപ് 73-74 കാലഘട്ടത്തിൽ അതിന് മുൻപൊരു അടിമ വിപ്ലവം നടന്നു. പിന്നെ 73-74 നടന്ന അടിമ വിപ്ലവത്തിൽ തന്നെ 90,000-ൽ പരം വരുന്ന ഒരു അടിമപ്പടയാണ് വിപ്ലവം നടത്തിയത് എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ വലിയൊരു സമൂഹം തന്നെ
അങ്ങനെ അടിമകൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൽ ഈ അവരുടെ ഈ അടിമകളുണ്ടാകുന്ന പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നവരെയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യശേഷിയുള്ളവർ, ആരോഗ്യമുള്ളവർ, ഇച്ചിരി ബുദ്ധിയും വൈഭവവും ഒക്കെ ഉള്ളവരെല്ലാം കൊണ്ടുപോകും. പണികൾ അറിയാവുന്നവരെയൊക്കെ അടിമകളാക്കി അവർ കൊണ്ടുപോകും, ബാക്കിയുള്ളവരെ തള്ളും. അപ്പോൾ അങ്ങനെ ഉള്ള കാലഘട്ടമാണ്. അപ്പം ജൂലിയസ് സീസർ ഫ്രാൻസിലെ ഗോള യുദ്ധവിജയത്തിൽ തന്നെ ഫ്രാൻസ് അതിനോട് ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെയാണ് അങ്ങനെ ഗോള എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അപ്പോഴേ തന്നെ ആ യുദ്ധവിജയത്തിൽ തന്നെ ജൂലിയസ് സീസർ 63,000 പേരെ അടിമകളായിട്ട് പിടിച്ച് വിറ്റിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പം അത്ര വലിയൊരു സമൂഹമായിരുന്നു അടിമകൾ. സ്വതന്ത്രരെന്നും പറയുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. അവർക്കും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും പ്രധാനമായിട്ട് ഒന്നുമില്ല. അപ്പോൾ അവരുടെയൊക്കെ ആ സാമൂഹ്യ വ്യവസ്ഥിതി, അവരുടെയൊക്കെ ആ സാമ്പത്തിക സ്ഥിതികളെല്ലാം വളരെ ശോചനീയമായിട്ട് തന്നെ ആയിരുന്നു. അവർക്കൊന്നും അവരുടെ കുടുംബജീവിതത്തിനോ മറ്റ് ജീവിതങ്ങൾക്കൊന്നും അവരുടെ എന്തൊരു കാര്യത്തിനും അവർക്കൊരു അഭയം ഒരിടത്തും ഇല്ല. ഒരു സഹായങ്ങളോ പ്രോത്സാഹനം അങ്ങനെയുള്ളതൊന്നുമില്ല. അങ്ങനെ നടക്കുന്നു, ജീവിക്കുന്നു എന്നുള്ള ഒരു സമൂഹം. അപ്പോൾ ഈ സ്വതന്ത്രരായിട്ട് പറയുന്നവരിൽ തന്നെ നല്ലൊരു അവരുടെ ഒരു ഭാഗം മറ്റ് ഈ പ്രഭുവർഗത്തിൻ്റെയൊക്കെ അല്ലെ ഉന്നതരുടെയൊക്കെ ധനിക സമൂഹത്തിൻ്റെയൊക്കെ ഒരു മതസമൂഹത്തിൻ്റെ ഒക്കെ ഒരു കാരുണ്യം കൊണ്ട് അവർ കുറച്ചൊക്കെ ഒരു മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്നു. മെച്ചപ്പെട്ടതല്ല, മറ്റവരെക്കാളും. അപ്പോൾ ഈ അടിമകൾക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട്. യഹൂദ സാമ്രാജ്യത്തിൽ അത്രയും വലിയ കുഴപ്പം വന്നിട്ടില്ല. പാലസ്തീനല്ലേ, യഹൂദരുടെ ഇടയിൽ, യൂദയായിൽ ഒക്കെ. കാരണം അത് യാവയുടെ സർവശക്തനായ യാവയുടെ നിയമപ്രകാരം അവർ 6 വർഷം കഴിഞ്ഞ് അവരെ മോചിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കഠിനമായ ദണ്ഡനങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലായിരുന്നു അവരെ ശിക്ഷയ്ക്ക് വിധിക്കുക. അവിടുന്ന് റോമൻ സീസർമാർ, ഭരണാധികാരികൾ കൊളോസിയത്തിലിരുന്ന് അവരെ വന്യമൃഗങ്ങളുടെ മുൻപിൽ എറിഞ്ഞു കൊടുത്ത് അവരെ വന്യമൃഗങ്ങൾ കടിച്ച് കഴിച്ചിരുന്നത്, മൃഗങ്ങളോട് യുദ്ധം ചെയ്യാൻ വിടുന്നതും. അപ്പോൾ അത് കണ്ട് രസിക്കാനായിട്ട് അവർ കൊളോസിയത്തിൽ ഇപ്പോൾ സർക്കസ് കൂടാരത്തിലൊക്കെ നമ്മൾ സീറ്റുകൾ ബുക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തൊക്കെ കാണാനിരിക്കുന്ന പോലെ അതുപോലെയുള്ള ഒരു അതാണ് കൊളോസിയം. ഞാൻ പോയി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ പോയപ്പോൾ, റോമിൽ പോയപ്പോൾ അതും കാണാൻ കഴിഞ്ഞു. അതിന് ഭാഗ്യമുണ്ടായി. അങ്ങനെയുള്ള അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഗാലറി പോലെ വളരെ ഉയരത്തിൽ വളരെ ഉയരത്തിലാണ്. എനിക്ക് 60 അടി ഉയരം കൊണ്ട് ഉള്ള ഒരു വലിയ ഒരു നിർമ്മിതിയാണത്. അപ്പോൾ സ്റ്റേഡിയം പോലെ, ഇൻഡോർ സ്റ്റേഡിയം പോലെ. അപ്പോൾ അവിടെ അവർ ഇതെല്ലാം കണ്ട് രസിച്ച് പ്രഭുവർഗ്ഗങ്ങൾ, ധനാഢ്യവർഗ്ഗങ്ങളെല്ലാം, വരേണ്യവർഗ്ഗങ്ങളെല്ലാം ഉള്ളവരെല്ലാം അതെല്ലാം കണ്ട് രസിക്കുക. അവരുടെ വിനോദമായിരുന്നു അതൊരു. അപ്പോൾ അങ്ങനെ സ്വതന്ത്രരെന്ന് പറഞ്ഞപ്പോൾ ഇവർ നമ്മൾ മനസ്സിലായല്ലോ, അവർക്ക് ഒരു പ്രത്യേകിച്ച് ഉള്ള അധികാരാവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും സാമൂഹ്യമായിട്ടൊരിച്ചിരി മെച്ചം. കാരണം അവരടിമകളല്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ, എല്ലാം ഒന്നുമില്ല. അവരുടെ അധ്വാനം കൊണ്ട് അവർ ജീവിക്കുന്നു, അങ്ങനെയുള്ളതാണ് അധ്വാനം കൊണ്ട്. അത്രയേ ഉള്ളായിരുന്നു അവരുടെ ഒരു മെച്ചമെന്ന് പറയുന്നത്. അപ്പം ഈ സ്വതന്ത്രരാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പലരും തന്നെ ഈ യഹൂദരും ഒരുവിധം കൊള്ളാവുന്നവരെയൊക്കെ ജൂഡായിസത്തിൽ അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചിരുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുവിനോട് കൂടിയൊക്കെ സഞ്ചരിച്ചിരുന്ന വലിയ ഒരു സമൂഹത്തിലെ 10-30,000 ജനങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. 20,000, 25,000, 30,000 ഒക്കെ. നമ്മൾക്ക് 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചെന്ന് പറയുന്ന കഥ പറയുമ്പോൾ നമുക്കറിയാം അത്രയും പേരാണെന്ന്. അപ്പോൾ ഏതാണ്ട് എത്രത്തോളം പേര് വരും, അതാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം. അപ്പോൾ അതിൽ കൂടുതലും നല്ലൊരു പങ്കും ഈ സ്വതന്ത്രരായിരുന്നു. കാരണം അവർ ഒരു വിമോചകനെ കാത്ത് കഴിയുകയായിരുന്നു.
എങ്ങനെയെങ്കിലും നമുക്ക് തങ്ങൾക്ക് നല്ല ഒരു ജീവിതാവസ്ഥ ഉണ്ടാകും, മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകും, തങ്ങളുടെ ആ നിന്ദ്യാവസ്ഥ, ശോചനീയാവസ്ഥയൊക്കെ മാറിക്കിട്ടും എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു. കാരണം യാവയുടെ ഈ ഒരു സാമ്രാജ്യം വീണ്ടും ദാവീദിനെ പോലെ സോളമനെ പോലെ ഇവിടെ സ്ഥാപിതമാകും എന്നുള്ളത് കാരണം മോശെ അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ യഹൂദ സമുദായത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവരുടെ അന്നത്തെ യൂദയായിലെ ഇസ്രായേലിലെ യൂദയായിലെ മാത്രമല്ല എല്ലാം പലസ്തീനായിലെ. അപ്പോൾ ഈ യഹൂദ സമുദായം എന്ന് പറയുമ്പോൾ പ്രഭുവർഗം എന്ന് ഒരു കൂട്ടരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ ഈ യഹൂദരിൽ തന്നെ ഉള്ളവരാണ് ഹെറോദിയൻസ് എന്ന് പറയുന്നത്. ഹെറോദിയർ അത് അവരും യഹൂദരുടെ കൂട്ടരാണ്. പക്ഷേ അവർ രണ്ട് വള്ളത്തിൽ കാലിയായിട്ട് ഇരിക്കുന്നവരാണ്. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി റോമൻ പ്രീണനം, ഹെറോദസ് പക്ഷക്കാർ അവർ രാജാവിനെയൊക്കെ അധികാരികളെ പ്രീതിപ്പെടുത്തി കഴിയുന്ന ഒരു കൂട്ടരായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ സുവിശേഷത്തിൽ ഹെറോദിയരെ പറ്റി പറയുന്നുണ്ട്. മത്തായി 22:16 പറയുന്നുണ്ട്. ഇനി മർക്കോസ് 3:6, 12:13 ഒക്കെ അവരെ പറ്റി പറയുന്നുണ്ട്. കാരണം ഹെറോദിയ പക്ഷക്കാരുമായിട്ട് അവർ ക്രിസ്തുവിനെതിരായിട്ട് കൂടിയാലോചിക്കുന്ന ഭാഗങ്ങളൊക്കെയാണിത്. മർക്കോസ് 3:6 ഒക്കെ പറയുന്നവർ കൈ ശോഷിച്ച ഇതിനെ ഈ ശാപത്ത് ദിനത്തിൽ സുഖപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നുണ്ട് ഹെറോദിയ പക്ഷക്കാരുമായിട്ട് അവർ പോയി കൂടി ആലോചിച്ച് പരിസയ സമൂഹം, ശാസ്ത്രീയ സമൂഹം എല്ലാവരും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഹെറോദിയ പക്ഷം. അവർ യഹൂദരാണ്, പക്ഷേ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി റോമൻ അധികാരത്തെയും കൂടെ അവരെ പ്രീതിപ്പെടുത്തി അവരെയും കൂടെ രണ്ടും കൂടെ ഒരു കോംപ്രമൈസിലെത്തി അങ്ങനെ ജീവിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. മറ്റുള്ളവരെയും പലരെയും പ്രീതിപ്പെടുത്തി അങ്ങനെ ജീവിക്കുക, അവരുമായിട്ടൊരു ഒരു രമ്യത പോലെ സഹവർത്തിത്വം എന്ന് പറയുന്നതല്ലേ ശരി, അത് വേണം. പക്ഷേ ഇതങ്ങനല്ല. കണ്ടില്ലേ ചിലയിടത്തൊക്കെ ചില അവരുടെ ആചാരങ്ങളും ഉത്സവങ്ങളും ഇതെല്ലാം നമ്മുടേതായിട്ടൊക്കെ ആഘോഷിക്കുകയും ചിലയിടത്തൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. വിശേഷാവസരങ്ങൾ അവരുടെ രീതിയിലുള്ള ആശംസകളുമൊക്കെ അങ്ങനെ അങ്ങോട്ട് അതേ രീതിയിൽ തന്നെ കൈമാറുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എന്ന് കണക്കാക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞതാണ്. അപ്പോൾ റോമൻ ചക്രവർത്തിമാരെയും ഹെറോദേസിനെയും അന്തിപ്പാസിനെ ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തി അവരുടെ കൂടെ നിന്ന് അവർ സുഖസൗകര്യങ്ങളൊക്കെ അധികാരങ്ങളൊക്കെ കൈവശപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് ഹെറോദിയൻസ് എന്ന് പറയുന്നത്. കുറച്ച് ഒരു കൂട്ടമേ ഉള്ളൂ, 50,000 പേരൊക്കെ അന്നത്തേക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു ഉപജാപക വൃന്ദം എന്നേ അവരെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ഇല്ല. ഇനിയും വേറൊരു കൂട്ടരാണ് നമ്മളെ അധികാരത്തിൽ പറയുമ്പോൾ സെലക്റ്റുകളെന്നും പണ്ടൊരു ഉണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരാരെങ്കിലും ഒക്കെ കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാം. SEALOUTS സെലറ്റ്സ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം, അങ്ങനെ പറയുന്നത്. സെലക്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ആവിർഭാവത്തെ പറ്റി ഒന്ന് പറയുന്നത്, മക്കാബയരുടെ വിപ്ലവത്തിന് ശേഷം അതിന് ശേഷം
പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ രൂപപ്പെട്ട് അങ്ങനെ വന്നിരുന്ന ഒരു ശക്തിയായിട്ട് ആ സേന മക്കാബിയർ ഉപയോഗിച്ചിരുന്ന ആ സേനകളുടെ ഒരു ഭാഗം അങ്ങനെ നിന്നിരുന്നു. അപ്പോൾ അവർ യാവേ ദൈവത്തെ മാത്രം നേതാവും നാഥനുമായി സാക്ഷ്യപ്പെടുത്തിയവരായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു കൂട്ടർ അതവരെയാണ് സെലക്റ്റുകളെന്ന് പറയുന്നവർ. തൊഴിലൊന്നുമില്ലാതെ പിന്നെ അവർ അങ്ങനെ മതപരമായിട്ടുള്ള വളരെ തീക്ഷ്ണമായ വികാരങ്ങളോടുകൂടി ജീവിച്ചിരുന്ന ഒരു കൂട്ടർ. അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ മറ്റുള്ളവർ സഹായിക്കുമായിരുന്നു ഈ യുവതിവർഗങ്ങൾ. അപ്പം അത് ഇപ്പോൾ ഇവർ വീണ്ടും ഇവർ ഇപ്പം ക്രിസ്തുവിൻ്റെ ആ കാലത്ത് ജനന സമയത്തൊക്കെ ഇവർ ആക്റ്റീവായി. കാരണം ഹെറോദേസ് അർക്കലാവുസിൻ്റെ കാലത്ത്, ഹെറോദേസ് ഗ്രേറ്റിൻ്റെ കാലത്ത് അവർ കാനേഷുമാരി നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഒരു 9 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തെ AD 6-7 കാലത്ത് കൊപ്പേർണിക്കസിൻ്റെ അദ്ദേഹം പ്രൊക്യൂറേറ്ററായിട്ട് ഇരിക്കുമ്പോൾ പീലാത്തോസിനൊക്കെ മുൻപായിട്ടൊക്കെ പ്രൊക്യൂറേറ്ററായിട്ടൊക്കെ ഇരിക്കുന്ന കാലത്ത് ഒരു കാനേഷുമാരി ഉണ്ടായി, കണക്കെടുപ്പ് നടത്തും അദ്ദേഹമായിട്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യങ്ങളൊന്നുമില്ല, അവർക്കത് പ്രധാനമായിട്ട് തോന്നി നികുതിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഓരോ ചിലവുകൾക്ക് പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങും ഇങ്ങുമൊക്കെ സുവാസ കേന്ദ്രങ്ങളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഇതെല്ലാം ഇങ്ങനെ പണിയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള പണവും ഒക്കെ വേണം. അതിനു വേണ്ടിയൊക്കെയാണ് ഇതൊരു കാനേഷുമാരി നടത്തിയൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നത്, ജനസംഖ്യ കണക്കെടുപ്പുകൾ നടത്തിയിരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് വീണ്ടും ഉടനെ ഒരു 8-9 വർഷം കഴിഞ്ഞ് ഉടനെ വീണ്ടും എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അവരവരുടെ ജന്മദേശത്ത് ഗോത്രം അനുസരിച്ചുള്ള ദേശത്ത് വേണം പോയി രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെയാണല്ലോ ജോസഫും മേരിയും കൂടെ അവിടെ, മറിയവും കൂടെ അവിടെ പോയി അവിടെ യേശുവിനെ പ്രസവിക്കേണ്ടി വന്നു. ആ സമയത്ത് ഗർഭിണിയായിരുന്നപ്പോഴും കൂടെ പോകേണ്ടി വന്നു ബേത്ലഹേമിൽ. അപ്പോൾ അതുപോലെ അങ്ങനെ വന്നപ്പോൾ ഈ വിപ്ലവകാരികൾ അവരുടെ രക്തം തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. യാവേ ദൈവത്തെ മാത്രം നേതാവാണ് നാഥനാക്കി അവർ സ്വീകരിച്ച് നടക്കുന്നവർ. അപ്പോൾ ആ ജനത്തെ ഉപദ്രവിക്കുന്നത് വന്നപ്പോൾ അവർ തിളച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വളരെ രൂക്ഷമായ രക്തരൂക്ഷിതമായ സംഘട്ടനമാണ് നടന്നതായിട്ടാണ് കാണുന്നത്, ചരിത്രം പറയുന്നത്. അപ്പോൾ അവിടുന്ന് വീണ്ടും ഇവർ ആക്റ്റീവായി അവിടുന്ന് വീണ്ടും ഒരു ഗ്രൂപ്പായിട്ട് ഉദ്ഭവിക്കുകയാണ് സെലറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇവർ അങ്ങനെ ഉള്ള വിപ്ലവങ്ങളുടെ എല്ലാം ഓരോ റോമ മേധാവിത്വത്തിനെതിരായിട്ട് ഓരോ വിപ്ലവങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവർക്ക് ഈ വിപ്ലവത്തിലൂടെ റോമൻ മേധാവികളെ ഓടിക്കണം എന്നിട്ട് യാവയുടെ ആ സാമ്രാജ്യം, യഹൂദരുടെ സാമ്രാജ്യം സ്ഥാപിക്കണം. അത് രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ നടക്കത്തുള്ളെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചവരാണവർ. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവരായിരുന്നു പലപ്പോഴും അവർ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു വീണ്ടും അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവരെ ഉപയോഗിച്ചിരുന്നത് കൂടുതലും ഈ കുബേരവർഗ ശക്തികളായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കാരണം അവർക്ക് എല്ലാം സഹായം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പുരോഹിതർ, ശാസ്ത്രിമാർ, ഹെറോദ്യർ, ഇവരാണല്ലോ കുബേരവർഗം എന്ന് പറഞ്ഞപ്പോൾ. ഹെറോദ്യർ, ശാസ്ത്രിമാരെന്ന് പറയുന്നത് നിയമജ്ഞർ, അപ്പോൾ പുരോഹിതർ. അപ്പോൾ ഈ വർഗങ്ങളാണ് അവിടുത്തെ സമ്പന്നർ. അപ്പോൾ അവരൊക്കെ അവരുടെ ആവശ്യത്തിന് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കും ഇവരെയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സംഖ്യകളും വർദ്ധിച്ചു വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, പിടിച്ചു പറിക്കും കൊള്ളയ്ക്കും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. കാരണം പണം ഉണ്ടാക്കണമല്ലോ, അങ്ങ് ജീവിക്കണ്ടേ, അതിനുവേണ്ടി അങ്ങനെ എല്ലാം നടത്തി കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് ബറബ്ബാസും. അപ്പോൾ അവരുമൊക്കെ ഇങ്ങനെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ തന്നെ ഒരു കൂട്ടർ നമ്മൾക്ക് അത് കാണാൻ കഴിയും. മത്തായി അവിടെ 10-ാം അധ്യായം 4
മർക്കോസ് 3:18, ലൂക്കാസ് 6:14 ഈ ഭാഗങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ 1-2 പേരുണ്ടായിരുന്നു. യൂദാസ് കറിയോത്ത ഒറ്റുകാരൻ ഈ കൂട്ടത്തിലുള്ളവരാണെന്ന് പറയപ്പെടുന്നു. പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കനാൻകാരൻ ശിമയോൻ എന്നുള്ളത്. കനാൻകാരൻ ശിമയോൻ എന്ന് പറയുമ്പോൾ അവിടെ സെലറ്റുകളുടെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കാനാൻകാരെന്ന് പറയുമ്പോൾ തന്നെ അവർ തീവ്രവാദികളായിരുന്നു, ഒരു തീവ്രവാദി ഗ്രൂപ്പുകളായിരുന്നു ഇവരൊക്കെ എന്ന് ആ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ഹെറോദേസിൻ്റെ കാലത്ത് അപ്പോൾ ഈ ജനങ്ങൾ അപ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്ന പലസ്തീന പ്രദേശങ്ങളിൽ, ഇസ്രായേൽ, യൂദയായുടെ ഭാഗങ്ങളിലെല്ലാം, ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ യഹൂദജനം അന്ന് ലോകം മുഴുവനും അവർ വ്യാപിച്ചു. അന്നത്തെ റോമൻ സാമ്രാജ്യം, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വിസ്തീർണത. അപ്പോൾ അവർ ലോകത്തെ എല്ലായിടത്തും അവർ വ്യാപിച്ചിരുന്നു. ഒരു കണക്കനുസരിച്ച് ഇവിടെ നമ്മൾ ജോസഫൂസിൻ്റെയൊക്കെ കണക്കനുസരിച്ച് ഏതാണ്ട് യഹൂദർ ഏതാണ്ട് 50 ലക്ഷത്തിൽ കൂടുതൽ യഹൂദർ അന്ന് റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. യൂദയായിലും ഇസ്രായേലിലും മാത്രമല്ല, എല്ലായിടത്തിലും ആ യഹൂദ സാമ്രാജ്യത്തിലെല്ലാം. കാരണം അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അടിമകളായിട്ട് നാട് കടത്തപ്പെട്ടവരവിടെ പിടിച്ചുകൊണ്ട് പോയവർ, പല പ്രഗത്ഭരെന്ന് കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ശേഷിയുള്ളവരെ കൊണ്ടുപോവുക. അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ പിന്നെ അവരുടെ ആ കാലം കഴിയും അവിടെ തന്നെ ഒരു കോളനി സ്ഥാപിച്ച് ഓരോ സ്ഥലത്ത് അവർ സമൂഹമായിട്ട് ജീവിക്കത്തുള്ളൂ. കാരണം യാവേ ദൈവത്തെ അല്ലാതെ മറ്റ് വിജാതീയ ദൈവങ്ങളുടെ ഇടയിൽ അവർക്കത് അസ്പർശ്യതയായി. കാരണം അവർക്ക് പറ്റാത്ത ഒരു കാര്യം, അശുദ്ധമായിരുന്നു. അതുകൊണ്ട് അവർ ശുദ്ധിയായിട്ട് ജീവിക്കുന്നതിന് അവർ കോളനിയായിട്ട് സ്ഥാപിച്ച എല്ലാ സ്ഥലത്തും. റോമിൽ തന്നെ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു, ഗ്രീക്കിലുണ്ടായിരുന്നു. നമ്മളിതെല്ലാം പഠിക്കുന്നതാണല്ലോ. ഇനി അടുത്ത ഞങ്ങളുടെ ബൈബിളിൽ കാണുമ്പോൾ ഗ്രീക്കിലുണ്ട്, മറ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ യൂദയായും ഇതെല്ലാം കഴിഞ്ഞ് ഇസ്രായേലും കഴിഞ്ഞ് പലസ്തീനയുടെ മറ്റു ഭാഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ യൂദയായിലൊരു നല്ലൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയൊരു ഭാഗം തന്നെ വെളിയിലും പല രാജ്യങ്ങളിലും പല പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരൊക്കെ അധികാരസ്ഥാനങ്ങളിൽ പോലും കയറി പറ്റിയിരുന്നു. അതിനുള്ള കഴിവുണ്ടായിരുന്നു യഹൂദർക്ക്. അതുകൊണ്ട് അവർ അതിന് അങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഹെറോദേസിൻ്റെയൊക്കെ കാലത്ത് പിന്നെയും കുടിയേറ്റക്കാരുണ്ട്. അവർ പിടിച്ചുകൊണ്ട് പോയവർ മാത്രമല്ല, കുടിയേറ്റക്കാർ കുറേ പേര് കുടിയേറേണ്ടതായിട്ട് വന്നു. കാരണം ഇവിടെയൊക്കെ അവർ ഹെറോദേസിൻ്റെ കാലത്തുമൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു, കൃഷികൾ നടക്കുന്നില്ല. കൃഷിഭൂമികൾ തന്നെ തുണ്ടുകളായിട്ട് പിന്നെ ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ വിഭജിക്കപ്പെട്ട് വിശാലമായ തോട്ടങ്ങളായിരുന്നു. അപ്പോൾ അതിൽ വിഭജിക്കപ്പെട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇതൊക്കെ അനുഭവമാണല്ലോ. അപ്പം അവർ എന്ത് ചെയ്യുന്നു, പിന്നെ നഗരങ്ങളിലോട്ടും മറ്റു പ്രദേശങ്ങളിലോട്ടും കുടിയേറുകയാണ് തൊഴിലുകൾക്കും മറ്റു കാര്യത്തിനും വേണ്ടി. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. ഹെറോദിൻ്റെ കാലത്ത് തന്നെ വ്യവസായം, വാണിജ്യം, ഇതിനൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടായി. അത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അവർ കുടിയേറുകയാണ്. അപ്പോൾ സെലറ്റുകളെ പറ്റി നമ്മൾ ഇവർക്ക് സെലറ്റ് എന്നുള്ള പേര് ഞാൻ പറഞ്ഞ അവർ കണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഗൂർഖകളെയൊക്കെ നേപ്പാളിലുള്ള അവരെ കാണുന്നില്ല. അവരെന്ത് കാണും, ഒരു കൃപാൺ ഇങ്ങനെ ഒരു കത്തി കൊണ്ടുപോകും. സിഖുകാർ കൃപാൺ വാൾ, ചെറിയ വാൾ, മറ്റേ ഒരു കഠാര അല്ല വാൾ വന്ന് തന്നെ വെച്ചു, ചെറുതേ ഒരെണ്ണം അവരരയിൽ വസ്ത്രത്തിനിടയിൽ ഒളിപ്പിച്ച് വെച്ച് നടക്കുമായിരുന്നു. അതിൻ്റെ പേര് സിക്ക എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ഈ സിക്ക കൊണ്ട് നടക്കുന്നവരാണ് സേലറ്റ്സ് എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ അവർ എപ്പോഴും ഈ ആയുധം ഉള്ളതുകൊണ്ട് നിവൃത്തിയില്ലാതെ വന്നാൽ മറ്റുള്ളവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിക്കും, അവരുടെ വസ്തുവകളെല്ലാം കവർച്ച ചെയ്യും. ഇവിടെ ജെറിക്കോയിൽ വെച്ച് നടന്നെന്ന് പറയാം കർത്താവിൻ്റെ ഉപമയിൽ ലൂക്കാസ് പറയുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ അവർ ഇടപെട്ടു. കാരണം വേറെ നിവൃത്തിയിൽ അവരും ഇതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആയുധമായിട്ട് പിന്നെ റോമൻ പട്ടാളക്കാരെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ 1-2 പേരെയായിട്ട് കിട്ടിയാൽ ഇവർ 2-3 പേരുണ്ടെങ്കിൽ ചാടി വീണ് അവരെ കശാപ്പ് ചെയ്യുമായിരുന്നു. കാരണം റോമൻ അവർ ഈ സാമ്രാജ്യത്തിന് ദൈവവിരോധികളാണെന്നാണ്
അവരുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് നല്ല ഒരു പിന്തുണയൊക്കെ യഹൂദ ജനസാമാന്യത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ പറ്റിയത്. അവർ പോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ആവശ്യത്തിനൊക്കെ ഇവരൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇനി ഇവർക്ക് എന്തെങ്കിലും വിപ്ലവമോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിലും ഈ സ്വതന്ത്രരായിട്ട്, നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ സ്വതന്ത്രരായിട്ടുള്ളവരെ അവർ കൂടെ കൂട്ടിയിരുന്നു. അവരുടെ ശക്തി, ജനശക്തി സ്വതന്ത്രരാണ് അവരുടെ കൂടുതൽ. കാരണം പട്ടാളം കൂടുതൽ വേണ്ടേ. അതിന് തൊഴിലൊന്നും ഇല്ലാതെ നടക്കുന്ന, അതിൽ വിഷമിക്കുന്ന അവർ ഈ സ്വതന്ത്രരായിട്ടുള്ളവർ, അടിമകളല്ലാതെ സ്വതന്ത്രരായിട്ടുള്ളവരെയൊക്കെ അവർ കൂട്ടിയിരുന്നു. പക്ഷേ അതിൽ ആരോഗ്യശേഷിയുള്ള അടിമകളെ പ്രഭുവർഗ്ഗങ്ങൾ കൊടുത്തിരുന്നു, സമ്പന്നർ അവർക്ക്. കാരണം വലിയ വിപ്ലവങ്ങൾ നയിക്കാനും ആയിട്ടുമൊക്കെ അവർ കൊടുത്തിരുന്നു. വലിയ പ്രശ്നങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ളതൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞത് ഇതിൽ പ്രബല, അപ്പോൾ ഹെറോദിയൻസിനെ പറ്റി പറഞ്ഞു, സെലറ്റുകളെ പറ്റി പറഞ്ഞു. ഇനി മതത്തിൻ്റെ കാര്യം പിന്നെ പറയാം നമ്മൾ. അപ്പോൾ ഇനിയും ഈ പ്രബല ശക്തികളിൽ യഹൂദരിൽ തന്നെ 2 കക്ഷികളുണ്ട്. ഫരിസേയർ എന്ന് പറയുന്നത്. ഫരിസേയറിലെ അതിൻ്റെ യഥാർത്ഥത്തിൽ അവരുടെ പേര് ഹബരീം എന്നായിരുന്നു. ഹബരീം. അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹോദരർ ആണ്. അപ്പോൾ അവർ മോശയുടെ നിയമത്തിലും ആചാരത്തിലും വിശ്വാസത്തിലും ഒക്കെയാണ് ഇവർ പാരമ്പര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അവർ മാത്രമായിട്ട് കണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടരാണ് അവർ. ഒരു സമൂഹം മറ്റുള്ളതിലൊന്നും ഇടപെടത്തില്ല. അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ആരാധന, അവരുടെ ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഭവനങ്ങളിൽ പോകത്തില്ല. അവരുടെ പ്രദേശങ്ങൾ പ്രത്യേകമായൊരു നിഷ്ഠ അവർക്കുണ്ടായിരുന്നു. പൊതുസ്ഥലത്തൊക്കെ പോയാൽ, മാർക്കറ്റുകളിലൊക്കെ പോയാലും അവർ വന്ന് കൈയും കാലും ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കാതെ, ചെരുപ്പുകളും തുടച്ച് വൃത്തിയാക്കാതെ അവർക്ക് പറ്റുകയില്ല. അവരുടെ പ്രദേശങ്ങളിലോട്ട് കയറുമ്പോൾ, അവരുടെ കോളനിയിലോട്ട് കയറുമ്പം തന്നെ ചെരുപ്പിലെ പൊടിയും എല്ലാം കഴുകി വൃത്തിയാക്കുമായിരുന്നു. എങ്കിലും വെള്ളം കൊണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ വീണ്ടും കയ്യും കാലും മുഖവും എല്ലാം വെളിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം അവർ കഴുകി വൃത്തിയാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവരുടെ സ്നാനമൊക്കെ അവർ നടത്തിയിരുന്നു, ശുദ്ധീകരണ പ്രക്രിയകൾ. അപ്പോൾ അങ്ങനെ ഒരു വളരെ നിഷ്ഠയോടുകൂടി ഒരു യാഥാസ്ഥിതിക മനോഭാവത്തോടുകൂടി ഒക്കെ മതചിന്തകളെല്ലാം ഉൾപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഫരിസേയർ. അതിനൊരു അതിലൊരു വിട്ടുവീഴ്ചയില്ല, വെള്ളം ചേർക്കത്തില്ല, അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ഈ ഫരിസേയർ, അപ്പോൾ ഈ ഫരിസേയർ എന്നുള്ള വിളി വന്നത് അവരുടെ എതിരാളികൾ, മറ്റുള്ളവർ അവരുടെ ഈ പ്രക്രിയകളെല്ലാം കണ്ട് അവരെ കളിയാക്കി വിളിക്കുന്ന ഒരു വാക്കായിരുന്നു ഫരിസേയർ എന്നുള്ള. യഥാർത്ഥത്തിൽ അവർ ഹബരീം, സഹോദരർ എന്നാണ് വിളിച്ചിരുന്നത്. സഹോദരൻ, നമ്മളെ കൂട്ടത്തിലുള്ളവരെ ഞാൻ പറയുന്നതിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവരങ്ങനെ ഒരു മതപരമായൊരു നിഷ്ഠയുണ്ടെന്നുള്ള, തീവ്രമായ നിഷ്ഠയുണ്ടെന്ന് വരുത്തി തീർക്കുന്ന കാര്യത്തിലായിരുന്നു അവരെയൊക്കെ കർത്താവ് അതിനെ ഒരുപാട് ശാസിക്കുന്നുണ്ടല്ലോ. യേശു അവരെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ അങ്ങനെ അവരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിരുന്നു. അപ്പം ഫരിസേയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെപ്പറേറ്റേഴ്സ്, അകൽച്ചക്കാർ, അതാണ് അവരെ കളിയാക്കി വിളിക്കാൻ ഫരിസേയർ എന്നുള്ള പേര് കൊടുത്തത്. അവർ സെപ്പറേറ്റ്, ഒരു പ്രത്യേക കൂട്ടമായിട്ട്, അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടാതെ അങ്ങനെ ജീവിക്കുന്നവരെ ഒരു സമൂഹമായിരുന്നു. അവരെല്ലാം പൊതുവെ സമ്പന്നരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അകൽച്ചക്കാർ എന്ന് വേണം മലയാളത്തിൽ പറയാം. അങ്ങനെ അവരെയാണ് ഫരിസേയർ എന്നുള്ള വാക്ക് കൊടുത്ത് കളിയാക്കി വിളിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ കാലത്ത് ഈ
വളരെ ഇതുപോലെ കാണിക്കുന്ന ക്രിസ്തു ഒരുപാട് ഇവരെ കളിയാക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, അവരെ ശാസിക്കുന്നുണ്ട്. കാരണം അവരിൽ കവിഞ്ഞ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ അവരാണ് ഏറ്റവും വലിയ ആളുകൾ എന്നുള്ള, മറ്റുള്ളവരൊക്കെ വെറും ഒന്നിനും കൊള്ളരുതാത്തവരാണെന്നുള്ള ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെയുള്ളത് സദൂക്യർ. അപ്പോൾ യഹൂദ വർഗത്തിൽ തന്നെയുള്ള സാമൂഹ്യപരമായുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. വിവിധ മനുഷ്യ വിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ മതപരമായിട്ട് അടുത്ത ഇതിൽ പറയാം. രണ്ടാമത് ഇനിയുള്ളത് അവരിൽ പ്രബലരായിട്ടുള്ളവർ. അപ്പോൾ ഫരിസേയരായി നമുക്ക് ഫരിസേയരെന്ന് പറഞ്ഞെങ്കിലേ അറിയത്തുള്ള ഹബരീം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. സഹോദരർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ മാത്രമായിട്ട് വിളിക്കുന്ന ചിലരുണ്ട്, അവർ വിചാരിക്കും അവരെയാണെന്ന്. അതായത് അതുപോലാണ് ജീവിത രീതി. പോട്ടെ, സോറി. അപ്പം സദൂക്യർ, അപ്പോൾ ഇവർ ഈ വിപ്ലവാനന്തരം പ്രധാന ആചാര്യത്വവും രാജകീയ അധികാരം ഇവയെല്ലാം കൈയാളിയിരുന്ന ഒരു വർഗമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിപ്പം ഹെറോദിയ പക്ഷം പറഞ്ഞ പോലെ അസ്മോണിയൻ വംശജർ എന്ന് പറയും. ഈ അസ്മോണിയൻ എന്ന് പറയുമ്പോൾ യവന ദേവന്മാരെയും അവരുടെ അധികാരത്തെയൊക്കെ ഒരു കൂട്ടിയിരുന്ന അവരോടുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഒന്നിച്ച് ഒരു സന്ധി ചെയ്ത് സമരസപ്പെട്ട് കഴിയുക. അപ്പോൾ പകുതി അവിടെയും പകുതി ഇവിടെ, രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നടക്കുന്നത് അവരെ അസ്മോണിയർ എന്നാണ് വിളിക്കാൻ പറ്റുന്നത്, അസ്മോണിയർ. അപ്പോൾ അവരുടെ അങ്ങനെയുള്ളവരുടെ ഒരു അവരുടെ ആ വംശത്തിൽപ്പെട്ട പുരോഹിതരുടെയും ധനികരും ആത്മായരും ഒക്കെ ആകുന്ന ഒരു സങ്കലിത വിഭാഗമാണ്, എല്ലാവരും കൂടെ ചേർന്ന ഒരു വിഭാഗമാണ്. അപ്പം പുരോഹിതരുണ്ട്, പിന്നെ ധനികരായിട്ടുള്ള ആത്മായരുണ്ട്. അവരെ അല്ലാതെ സാധുക്കളെയൊന്നും ആ കൂട്ടത്തിൽപ്പെടുത്താൻ പിന്നെ പറ്റത്തില്ല. അപ്പോൾ ആ മൂന്ന് വിഭാഗത്തിൽ ഉള്ളവർ, പുരോഹിതരും ധനികരും ആത്മായരായിട്ടുള്ള ഉയർന്ന വിഭാഗങ്ങൾ. അപ്പോൾ അവരെയൊക്കെയാണ് സദൂക്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനിയും വേറൊന്നും പറയുന്നത് പ്രധാനാചാര്യനായ സാദോക്കിൻ്റെ പിന്തുടർച്ച പ്രകാരമാണ് ഈ പേര് ലഭിച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പം കാരണം ഇവരുടെ പ്രവർത്തന രീതിയെല്ലാം കാണുമ്പോൾ അസ്മോണിയൻ വംശജർ എന്ന് പറയുന്നതാണ് ശരി, അവരുടെ ആ കൂട്ട് എന്ന് പറയും. കാരണം അവർ തീർത്തും ഫരിസേയരെ പോലെ മതതീക്ഷ്ണതയൊന്നുമില്ലായിരുന്നു. അവർ തോറ മാത്രമേ അവർ നോക്കിയിരുന്നുള്ളൂ, മറ്റുള്ളതില്ല. പിന്നെ മരിച്ചവരെ നമ്മൾ സുവിശേഷത്തിലൊക്കെ പറയുന്നില്ലേ, മരിച്ചവരുടെ ഉയർപ്പില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും പഠിക്കാനുമുണ്ട്. അപ്പോൾ അത് പറയാം. അപ്പോൾ ഈ ഒരു സമുദായം അധികം നാൾ ഇല്ലായിരുന്നു. ക്രിസ്തുവിന് ശേഷം 70-ലുണ്ടായ ആ വലിയ റോമൻ ആക്രമണത്തിൽ യെരുശലേം മുഴുവനും നശിപ്പിക്കപ്പെട്ടപ്പോൾ, യൂദയ മുഴുവൻ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇവരും നശിപ്പിക്കപ്പെട്ടു, ഇവരുമില്ല. പിന്നെ അങ്ങനെ ഒരു വർഗം ഉണ്ടായിട്ടില്ല പേരിന്. അപ്പോൾ അങ്ങനെ സദൂക്യർ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ റോമൻ മേധാവികളോടൊക്കെ ഞാൻ പറയല്ലോ, അവർ ഇവരുടെ കാലം കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് ആസ്മോണിയരുടെ പിന്തുടർച്ചയിൽ അവർ ചെയ്തിരുന്നത്, പിന്നെ റോമൻ മേധാവിത്വം വന്നപ്പം പരസ്യമായിട്ട് അവരുമായിട്ട് സഹകരിക്കത്തില്ല, പക്ഷേ രഹസ്യമായിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട്. എന്തിനാ? തങ്ങളുടെ സ്വത്തുക്കൾ, കാരണം ഏറ്റവും ധനികരാണ് അവർ സമൂഹത്തിൽ. അപ്പോൾ അവരുടെ തങ്ങളുടെ സ്വത്തുക്കളും സ്ഥാനമാനങ്ങളും ഒക്കെ കൈക്കലാക്കണം, അത് നിലനിർത്തണം എപ്പോഴും. അങ്ങനെയാണ് കയ്യാപ്പാസും ഹന്നാസും ഒക്കെ വന്നത്. ഹന്നാസ് പ്രധാനാചാര്യ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും കയ്യാപ്പാസിന് കൊടുത്ത എന്താ, പിന്നെയും പ്രധാനാചാര്യ സ്ഥാനം അയാൾക്ക് ഒരു നമ്മൾ പറയുന്ന ഒരു ഓണററി സ്ഥാനം, പ്രധാനാചാര്യ സ്ഥാനം ഹന്നാസിന് കൊടുത്ത് പിന്നെ ഇട്ടിരുന്നു. കാരണം ഇങ്ങനെ അവരെയൊക്കെ പ്രീണിപ്പിച്ച് നേടുക, അതായിരുന്നു ഇവരുടെയൊക്കെ ഒരു തന്ത്രം. അപ്പം അങ്ങനെ അവരുടെ ജീവിതമൊക്കെ വളരെ
സുഖമായിട്ട് ഈ ലോക ജീവിതത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള നയോപായങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിപ്ലവത്തിന് ശേഷം അവർ നാമാവശേഷമായി. ഇനി നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ സമറായരെ പറ്റി ഒരു സമൂഹമുണ്ട്. സമറായരെ പറ്റിയും അപ്പോൾ ജെറുസലേമിലെ 2-3 മിനിറ്റിൽ അപ്പോൾ അത് പറഞ്ഞു തീർക്കാം. ജെറുസലേമിലെ പൗരോഹിത്യ മേധാവിത്വത്തെയൊക്കെ ചെറുത്ത് ഒറ്റപ്പെട്ട് നിന്ന ഒരു സമൂഹമായിട്ട് സമറിയായിൽ വസിച്ചിരുന്ന ഒരു കൂട്ടമാണ്. അങ്ങനെ ഒരു അവഗണിക്കാൻ പറ്റാത്ത ഒരു യഹൂദ സമൂഹം. അവിടെ യഹൂദരും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് അവർ സങ്കലിതമായതാണ്. പക്ഷേ യഹൂദ ആചാരങ്ങളും എല്ലാം അവർ സൂക്ഷിച്ചിരുന്നു. അവർ ഗരീസിം മലയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇവിടെ ആരാധന നടത്തിയിരുന്ന മലയിലാണ്. ഇവിടെ യഹൂദരുടെ കേന്ദ്രമായ ഇവിടെ യഹൂദരുടെ യൂദയാക്കാരുടെ കേന്ദ്രമായിരുന്ന ജെറുസലേം അല്ല അവർ കണ്ടിരുന്നത്. കാരണം അവർ രണ്ടായിട്ട് വളരെ വെറുത്ത് നിന്നതാണ്. ഇനി ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അർക്കലാവുസിൻ്റെ കാലത്ത് അർക്കലാവുസിനെ നാട് കടത്താൻ, അതായത് ശിക്ഷിക്കാൻ, അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവർ ഒന്നിച്ച് പെറ്റീഷനൊക്കെ റോമിൽ കൊടുത്തു. അവരെയൊക്കെ വലിയ വിപ്ലവങ്ങളും സമരങ്ങളുമൊക്കെ കേസറിയയിൽ അർക്കലാവുസിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും നടത്തി. അങ്ങനെയൊക്കെ പിന്നെ അത് റോമിലിറക്കി. പിന്നെ അങ്ങനെയാണ് അർക്കലാവുസിനെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കി നാട് കടത്തിയത്. അപ്പോൾ എന്നാലും മറ്റുള്ള അപ്പോൾ ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല. നമ്മുടെ സുവിശേഷത്തിലുണ്ടല്ലോ ഇവർ സമരായരെ പറ്റി. കർത്താവ് ലൂക്കയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 25-39 വരെ വാക്യത്തിലുള്ള നല്ല സമറായക്കാരൻ, ആ സമറായക്കാരിൽ അവർ നല്ലവർ. ഇപ്പോൾ സമറായക്കാരുടെ പേര് മറ്റു പലതിനുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഫൈനാൻസിനും മറ്റുമൊക്കെ ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ അത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം സമരായ ഇവിടെ കർത്താവ് ചിത്രീകരിക്കുന്ന അവർ അനുകമ്പയും ആർദ്രതയും ഉള്ളവർ, ആവശ്യത്തിന് ഉപകരിക്കുന്നവർ നല്ല അയൽക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ അവരുപയോഗിക്കുന്നത് മറ്റു രീതിയിൽ നല്ല അയൽക്കാരൻ എന്നുള്ള നിലയിലായിരിക്കാം. പക്ഷേ അത് മറ്റുള്ളവരിൽ അത് ഏതുപോലെയൊക്കെ തോന്നും എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ആരെയും ഇതല്ല. അപ്പോൾ സമറായരെന്ന് പറയുന്ന അങ്ങനെ പിന്നെ ആ സമറായ സ്ത്രീയുടെ കാര്യം കർത്താവ് അവരെ പഠിപ്പിച്ചെടുത്തു. അവർ ആദ്യത്തെ മിഷണറി ആയിട്ട് വർക്ക് ചെയ്തു അവിടെ സമറായ ദേശത്ത്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ സമറായർന്നൊരു വിഭാഗവും കൂടെ അവരെ അവഗണിക്കാൻ പറ്റാത്ത ഒരു യഹൂദ സമൂഹം തന്നെയാണത്. അപ്പം വ്യത്യാസം വന്നു. അവരുടെ ആ ജീവിത രീതികൾ, അവിടുത്തെ ആ പ്രദേശങ്ങൾ, അന്നത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ചുറ്റുപാടുകളിൽ അങ്ങനെയൊക്കെ വന്നുപോയി എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്നത്തെ ആ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ യഹൂദരുടെ ജനസഞ്ചയത്തിൻ്റെ ആ ഭാഗം ആണ് ഏതെല്ലാം വിഭാഗങ്ങളെ പറ്റിയാണ്, വിവിധ വിഭാഗങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇനിയും റോമൻ സാമ്രാജ്യത്തിലെ മതങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് പലസ്തീന, ആ മത സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പിറക്കുമ്പോഴുള്ള ആ ചരിത്രം നമുക്ക് ഏകദേശം രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം, മതപരമായ ആത്മീയമായ കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം പിടികിട്ടും കുറച്ചൊക്കെ. അങ്ങനെ വിചാരിച്ചുള്ളൂ. ഇതൊക്കെ വിസ്തരിച്ച് പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളാകും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ കേട്ടവരും പഠിച്ചവരും ഒക്കെ അതൊക്കെ പഠിക്കാൻ തന്നെ നോക്കണം. പിന്നെ അത് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ എങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ നമ്മൾ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കും പലരൊക്കെ പഠിച്ചിട്ടുമുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് കർത്താവ് യേശു ജനിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും പറയുന്ന പോലെ എല്ലാ നമ്മുടെ രോഗികളെയും ആവശ്യക്കാരെ, ഇപ്പോൾ വിവിധ ആവശ്യങ്ങളുള്ളവരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാനെപ്പോഴും പറയുന്നതാണ്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ പരിത്യക്തരായി ഒറ്റപ്പെടുത്തപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്നില്ല. ഇന്ന് അത്ര പേര് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ തന്നെ. അപ്പം പലതുകൊണ്ട് അപ്പോൾ അവർക്ക് ഒരു തോന്നലാണ് ഇങ്ങനെ പരിത്യക്തരായിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി വിട്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടുത്താൻ, സ്വയം അങ്ങനെ ചെയ്യാൻ
പാടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പിന്നെ ഡിപ്രഷനിലായി, മാനസിക വിഷമത്തിലായി, ശരീരം മുഴുവൻ സ്തംഭിച്ചവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഉള്ള പലതരം. അപ്പോൾ അതൊക്കെ ഈ ഒറ്റപ്പെടുത്തലിൻ്റെ കാര്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ വരുന്നതാണ് ഡിപ്രഷൻസൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെല്ലാം സമർപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്നവരെയൊക്കെ സമർപ്പിക്കുക. ഞാൻ എന്നോട് മക്കളില്ലാത്തവരൊക്കെ പലരും വിളിച്ച് പറയുന്നുണ്ട്, രോഗികളുമൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഓർമ്മിച്ച് ഇത് ഇപ്പോഴും തന്നെ പ്രാർത്ഥനകളില്ലാത്തപ്പോഴായാലും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരെയും ഞങ്ങൾ കർത്താവേ, ഞങ്ങളീ പറഞ്ഞ എല്ലാ കൂട്ടരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മക്കളില്ലാത്തവർക്കും അവിടുന്ന് പ്രത്യാശ കൊടുത്ത് അനുഗ്രഹിച്ചതിന് വേണ്ടി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഡിപ്രഷനിലും മറ്റ് രോഗങ്ങളിലും ഒക്കെ പരിത്യക്തരായിട്ടുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ളവർ, അവരുടെ കണ്ണീരിനും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. അതിനെല്ലാം അവിടുന്ന് ശാശ്വത പരിഹാരം അവിടുന്നുണ്ട്. പ്രത്യാശ അങ്ങയിൽ മാത്രമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടിയെല്ലാം അതെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കുക. ഇതെല്ലാം അവിടുന്ന് പരിഹരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടത്തേക്ക് നന്ദിയും കൃതജ്ഞതയും സ്തോത്രവും പുകഴ്ചയും എപ്പോഴും അർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി. സ്തോത്രം. അവിടുത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നന്ദി.